സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് ശമനം. ഒറ്റപ്പെട്ടതോ നേരിയതോ ഇടത്തരമോ ആയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒരു ജില്ലയിലും മഴ മുന്നറിയിപ്പ് നൽകിയിട്ടില്ല. 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാനും സാധ്യത. കേരളം, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. സുനിഷ അയ്യലൂർ ചേരും. സുനിഷ, അങ്ങനെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പ്രത്യേകിച്ചൊരു മഴ മുന്നറിയിപ്പുകളൊന്നുമില്ല. പക്ഷേ ഒറ്റപ്പെട്ട ഒരിടത്തരം മഴ നമ്മൾ പ്രതീക്ഷിക്കുകയും വേണം, അല്ലേ? റോഷിനി, അതെ, അങ്ങനെയാണ്. ഇന്ന് മറ്റൊരു ജില്ലകൾക്കും മുന്നറിയിപ്പൊന്നും നൽകിയിട്ടില്ല. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഇടത്തരം മഴ അത് എല്ലായിടങ്ങളിലും പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. നിലവിൽ ഈ മഴ ശമിക്കുന്നു എന്നത് വേണം ഇതിലൂടെ മനസ്സിലാക്കാൻ. കഴിഞ്ഞ ദിവസം ഒരു 8 ജില്ലകൾക്ക് യെല്ലോ അലർട്ട് നൽകിയിരുന്നു. പക്ഷേ ഇനി വരുന്ന ദിവസങ്ങളിലൊന്നും തന്നെ അലർട്ടുകൾ ഇല്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം ഈ ബംഗാൾ ഉൾക്കടലിന് മുകളിലൊരു ന്യൂനമർദ്ദം, അത് തീവ്ര ന്യൂനമർദ്ദം, അത് അതിശക്ത ന്യൂനമർദ്ദമായി തീവ്രത കുറയുന്നു എന്നുള്ളത് കാണിച്ചിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇപ്പോഴും ഇടത്തരം മഴ അത് കേരളത്തിൽ പ്രതീക്ഷിക്കാമെന്നുള്ളത് കാലാവസ്ഥാ കേന്ദ്രം പറയുന്നത്. ഒറ്റപ്പെട്ട ഇടത്തരം മഴ എന്നുള്ളത് മാത്രമാണ് നിലവിൽ ഇപ്പോൾ പറയുന്നത്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, കാറ്റിനുള്ള സാധ്യത അതിപ്പോഴും കാലാവസ്ഥാ കേന്ദ്രം പറയുന്നുണ്ട് എന്നുള്ളതാണ്. 40-നും 50-നും കിലോമീറ്റർ വേഗതയിൽ ഒരുപക്ഷെ കാറ്റ് വീശടിച്ചേക്കാം എന്നുള്ളൊരു മുന്നറിയിപ്പ് ഇപ്പോൾ നൽകുന്നുണ്ട്. അതിന്റെ ഭാഗമായി തന്നെ മലയോര മേഖലകളിലും തീരദേശ മേഖലകളിലും ഒക്കെ ജാഗ്രതാ നിർദ്ദേശം കൂടി നൽകിയിട്ടുണ്ട്. പക്ഷേ നിലവിൽ പേടിക്കേണ്ടതോ അല്ലെങ്കിൽ അത്തരത്തിൽ മുന്നറിയിപ്പ് നൽകേണ്ടതോ ആയ സാഹചര്യം ഒന്നും തന്നെ സംസ്ഥാനത്തില്ല എന്നുള്ളത് തന്നെയാണ്. ഒപ്പം ഇപ്പോൾ എപ്പോഴും എല്ലാവർക്കും സംശയമുള്ളത് കടലിൽ പോകുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള വിലക്കുണ്ടോ എന്നുള്ളതാണ്. പക്ഷേ മത്സ്യബന്ധനത്തിൽ നിന്ന് കേരള തീരത്തോ കർണാടക തീരത്തോ ലക്ഷദ്വീപ് തീരത്തോ വിലക്ക് ഏർപ്പെടുത്തുകയും ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. ഏതായാലും മഴ മുന്നറിയിപ്പുകൾ ഒന്നും തന്നെയില്ല. പക്ഷേ ഇടത്തരം മഴ അത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. റോഷിനി, ശ്രുതി. ശരി, സുനിഷ അയ്യലൂരാണ് കാലാവസ്ഥ സംബന്ധിച്ച വിവരങ്ങൾ നൽകിയത്.